ബഷീർ ഇവിടെ ആദ്യം സന്നദ്ധ പ്രവർത്തനം നടത്താനെത്തിയതാണ് ഓമശ്ശേരിയിൽ നിന്ന്. ബഷീർ, എന്താണ് നിങ്ങൾ ആദ്യം വന്നപ്പോൾ കണ്ടത്? ഞങ്ങൾ വരുമ്പോ അവിടെ ആ റോഡില്ല, അവിടെ ഒന്നായിട്ട് വെള്ളം ഒഴുകുകയാണ്. അപ്പോൾ ഈ ഭാഗം ഒറ്റപ്പെട്ട് നിൽക്കുക. ഞങ്ങളോട് അവിടെയുള്ള ആളുകൾ പറഞ്ഞ് അപ്പുറത്ത് രണ്ട് മനുഷ്യന്മാർ കടുക്കുന്നുണ്ട്, നിങ്ങൾ പോവാന്ന് വെച്ചു. ഞങ്ങൾ പോവാന്ന് പറഞ്ഞു. ഞങ്ങളെ കാർ എടുത്തിട്ട് കെട്ടി. അന്നപ്പോ ഇവിടെ റോഡൊന്നും ഇല്ല ഈ ഭാഗമൊന്നും. ഇവിടെ എത്തി നോക്കുമ്പോ ഇവിടെ ഉള്ള ഈ വീട്ടിലുള്ള രണ്ട് ചെക്കന്മാർ അവിടെ നോക്കിയായിട്ട് അവിടാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അവിടെ കടന്നു പോയി നോക്കുമ്പോ ഇത്ര ഒരുപാട് കേസ് കെട്ട് വന്നത് ഭയാനകമായ അവസ്ഥ. മനുഷ്യന്മാര്. അപ്പൊ എന്റെ കൂടെയുള്ള ചെക്കന്മാര് 4-5 ആളുകൾ ഇവരാകെ പതറാൻ പാടില്ല എന്ന് പറഞ്ഞു. എനിക്ക് തുണി അഴിച്ചിട്ട് കൊടുക്കുക. ആദ്യത്തെ മയ്യത്ത് അങ്ങോട്ട് പോയിട്ടാണ്. ബഷീർ വെള്ളത്തിലിറങ്ങി ചുമലിലാണോ ബോഡി ചുമന്നുകൊണ്ട് വന്നത്? അതെ, ഞങ്ങൾക്ക് അന്നപ്പോ നടുക്കാണ്. പിന്നാണ് ഇവരൊക്കെ എത്തുന്നത്. നിങ്ങളെ സംഘടനയുടെ പേര്. എന്നിട്ട് സാറെ കേൾക്കണം, ഞാൻ തകർന്ന് പോയിട്ട് ഞങ്ങൾ 30 ചെക്കന്മാർ ഇവിടെ ഉണ്ട്. ഞാൻ നാട്ടിലേക്ക് പോവാണ്. ഈ 25 ബോഡികളാണ് എത്തിയത്. ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ കടുക്കുമ്പോ ആകെ പനിയൊക്കെ. പക്ഷെ എനിക്ക് ഫോണിൽ ഫോട്ടങ്ങൾ ഇങ്ങനെ വരിക. നമ്മളറിയുന്ന ആളുകൾ ബഷീർ ഇത് എന്റെ പെങ്ങളാണ് അല്ലേതാന്നുള്ളത് എടുത്ത് ഞാൻ പറഞ്ഞു, അവരോട് എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല, ഞാൻ പോവാന്ന് പറയും. എന്നിട്ട് സാറെ കാല് പിടിച്ച് ഞങ്ങളെ എത്ര ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ കലക്ടറേറ്റിലാക്കി പോയി നോക്കി. ഞങ്ങൾ ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന കലക്ടർ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ കണ്ണൂരാ അല്ലാതെ എറണാകുളത്താണ് സാറ് ഉമേഷ് സാറുണ്ടോ? ഞങ്ങൾക്ക് ഒന്നും പേടിക്കണ്ട. സാറെ ബന്ധപ്പെട്ടു. സാറെ പോണോ? ഇപ്പോഴും ഇവിടെ മനുഷ്യരുണ്ടോ? ഇപ്പൊ ഞങ്ങളൊന്നും എടുത്തിട്ടേ. ഇപ്പൊ ഞാൻ ഈ ഇരിക്കുന്നെന്താ അറിയാ, ഈ ഇരിക്കുന്നത് അവിടെ പെൺകുട്ടിയും കണ്ടപ്പോ ബലി വിളിച്ച് 1 മണിക്കൂർ മുടി കുടുങ്ങിയിട്ട് ഇങ്ങോട്ട് കിട്ടാണ്ട് തളർന്ന് വന്ന് ഇരിക്കുകയാണ് ഇവിടെ നോക്കി. നിങ്ങൾ എന്തെങ്കിലും വിചാരിച്ചുണ്ടോ? എടുത്ത് അപ്പുണ്ട്. ഞങ്ങൾ വരുമ്പോ തന്നെ ഇവിടെ 3 ശരീരങ്ങളാണ് ഇവരെ എടുത്തുകൊണ്ട് പോയത് ഇവിടെ. പക്ഷെ ഇവിടെ ഒരു സംവിധാനവും, പ്രത്യേകിച്ച് ആർമിയുടെ ആൾക്കാരോ പോലീസിന്റെ ആൾക്കാരോ ഫയർഫോഴ്സിന്റെ ആൾക്കാരോ ഇവിടെ എത്തിയിട്ടില്ല. ഇവിടെ നിൽക്കുന്നത് മുഴുവൻ സന്നദ്ധ പ്രവർത്തകരാണ്. അപ്പോൾ ആ ദൃശ്യങ്ങൾ ഷാജുവിന്റെ ക്യാമറയിൽ ആ ദൃശ്യങ്ങൾ കാണാം. അങ്ങോട്ട് നോക്കിയാൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ. ഇതിനകത്തുള്ള ഒരു പ്രശ്നം, ഈ മരങ്ങൾക്കിടയിൽ ഇഴജന്തുക്കളുണ്ട്, പാമ്പുകളുണ്ട്. അപകടകരമായ അവസ്ഥയാണ്. ഇത് മുഴുവൻ മാറ്റി നീങ്ങിയാലേ ആ പുഴയുടെ തീരത്തുള്ള വീടുകളിലേക്ക് എത്താൻ പറ്റും. അവിടെ മനുഷ്യരുണ്ട്, ജീവനോടെ ഉണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ അവിടേക്ക് പോകണം. അതിന് ഒരു വഴിയൊരുക്കണം. അതിന് ഇവർക്കിപ്പോൾ ആകെ ഒരു JCB യന്ത്രം മാത്രമാണ് ഇവിടെ ഉള്ളത്. ഈ കാണുന്ന 100 മരങ്ങൾ എങ്ങനെ ഇത് വെച്ച് മാറ്റും എന്നാണ് ഇവർ ചോദിക്കുന്നത്. അല്ലേ? ചോദിക്കുന്നത് ഈ വണ്ടി ഉണ്ട്, അതാ സാധനം, അതാ ട്രാക്ടർ ഉണ്ടോ? ഇത് സംവിധാനം ഞങ്ങൾ ഇവിടുന്ന് മരം വലിച്ചു മാറ്റും. ഞങ്ങൾക്ക് അറിയാൻ ചെയ്യും. പക്ഷെ ആ വണ്ടി വരെ അവർ തടഞ്ഞിടുക. പക്ഷെ പകരം ഒരു സാധനം എത്തിക്കാൻ പറഞ്ഞാൽ എത്തിക്കണ്ടേ? ഇല്ല, ഒരു ഉദ്യോഗസ്ഥർ വന്നിട്ടില്ല, ഒന്നുമില്ല. വരുന്ന ആളുകൾ, അറിയുന്ന സ്ഥലങ്ങൾ അറിയുന്ന ആളുകൾ തടഞ്ഞു വെക്കുക. ഇന്നലെ ഞങ്ങളാണ് വന്ന് ഫസ്റ്റ് വണ്ടി കയറ്റി ഇത്ര ആളുകളെ കൂടുന്ന ആളുകൾ മൊത്തം വണ്ടി കയറ്റിയിട്ട് അപ്പുറ സൈഡിൽ ഇവിടുന്നുള്ള മുഴുവൻ ആൾക്കാരെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ അപ്പുറം കാണിച്ചത്. ഇവിടെ ഞങ്ങളിപ്പോൾ ഇറങ്ങി നടക്കുന്നത് അപകടകരമായ അവസ്ഥയാണ്. കാരണം നിറയെ ചെളിയാണ്. മാത്രമല്ല പുഴ കുത്തി ഒലിക്കുകയാണ്. ആ പുഴയിലൂടെ ഞങ്ങളെ ഈ 4x4 ജീപ്പില് ആ രക്ഷാപ്രവർത്തകരാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. ആ പുഴ അപകടകരമായ രീതിയിലാണ്. എങ്കിലും അവിടെ കയറൊക്കെ കെട്ടിയിട്ടുണ്ട്. അവിടെ രക്ഷാപ്രവർത്തകർ കാണിച്ചെന്നോ എനിക്ക് തോന്നുന്ന ഒരു പാലമാണ്. ആ പാലം മുഴുവൻ വെള്ളത്തിലാണ്. ആ പാലത്തിന്റെ മുകളിൽ, ആ വെള്ളത്തിന്റെ മുകളിലൂടെയാണ് നമ്മൾ ജീപ്പ് ഓടിച്ച് വന്നത്. അത്രയും ദുഷ്കരമായ അവസ്ഥയാണ് ഇവിടെ. ഈ മരങ്ങൾക്കിടയിൽ ഇവർ ഇന്നലെയും ഇന്നുമായി ഏതാണ്ട് 26 ശരീരങ്ങളാണ് ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത്. ഇവിടെ എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇവിടെ മുന്നോട്ട് പോകാൻ? ഇന്ന് 8 മൃതദേഹങ്ങൾ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. 2